ഹായ് ഓൾ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു 3-4 മാസത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേണിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ അതിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഇനീഷ്യലായിട്ട് പഠിക്കാം, ബേസിക്സ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടൻറ്റും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരു പുതിയൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എല്ലാവരും, അതായത് നമുക്ക് ആവശ്യമുള്ള, നിങ്ങൾക്കിപ്പോൾ പഠിക്കുന്നത്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ വരുന്നതിന് മുൻപ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്ന വ്യക്തിയാവാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ബുക്കിലൊക്കെ നോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് വെച്ചിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസൊക്കെ വരുന്ന സമയത്ത് അത് ഞാൻ പറയുകയും ചെയ്യാം, ഞാൻ മെൻഷൻ ചെയ്യാം. നോട്ട് ചെയ്യേണ്ട ഒരു കണ്ടൻറ്റ് ആണെങ്കിൽ തീർച്ചയായും നോട്ട് ചെയ്യണം. പിന്നെ ഞാൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അനാവശ്യം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ എല്ലാം കൂടി നമ്മൾ ഒറ്റയടിക്ക് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്കതൊരു ലോഡായിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് ബേസിക്കലി വേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ, അതായത് ഒരു നല്ലൊരു ഇൻവെസ്റ്റർ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ട്രേഡർ ആവണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോസ് കുറച്ചുകൂടി ഷോർട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വീഡിയോസിൻ്റെ എണ്ണം കുറച്ചുകൂടി ഷോർട്ട് ചെയ്യാനും പറ്റും. പിന്നെ ആ ഒരു ജേണിയിൽ നിങ്ങൾ ഇതൊക്കെ ഈ ടേം, ഇപ്പോൾ ചില ടേമുകളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മൾ അപ്പം മനസ്സിലാക്കി പോകും. ഓക്കെ, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള വീഡിയോസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ സീരീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ലിങ്ക് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ പോയിട്ട് ബാക്കി പഠിക്കാം. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ലേണിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന്. ഓക്കെ, അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് അതിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് കംപ്ലീറ്റ് ശ്രദ്ധിച്ച് വ്യക്തതയോടുകൂടി കേൾക്കുക. മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാം. ഓക്കെ, ഇതിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായാലല്ലേ നമുക്ക് ഇതിൽ പിന്നീട് ട്രേഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിന് പൈസ ഉണ്ടാക്കുന്നതും നഷ്ടം വരുന്നതും, അല്ലെങ്കിൽ ഇതിൽ റിസ്ക് എത്രയുണ്ട്, ലാഭം എത്ര വരും, ഇതിൽ നമ്മൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ. ആദ്യം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കണം. ശരിയല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലേ, ഇതിൽ ഞാൻ പറയുന്ന ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കിയാൽ മതി. അതായത് എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പഠിക്കാം. IPO ചെയ്ത കമ്പനീസ്, IPO എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ, അതായത് എല്ലാ കമ്പനീസിനും സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്തതിന് ശേഷമേ അതൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആവുള്ളൂ. ഓക്കെ, അപ്പോൾ IPO ചെയ്യണമെങ്കിൽ അതിന് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ഇപ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസ് ആണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യമാണ് എന്താണ് ഈ ഷെയർ എന്നുള്ളത്. ഷെയർ നമ്മൾ വാങ്ങണം, വിൽക്കണം. ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഈ സ്റ്റോക്ക് എന്താണ്, ഷെയർ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം മനസ്സിലാക്കണ്ടേ. എന്താണ് ഷെയർ എന്ന് ആദ്യം മനസ്സിലാക്കാം. അതായത് എന്തൊരു വസ്തുവിനും ഒരു മൂല്യമുണ്ട്, ശരിയല്ലേ? ഇപ്പം നമ്മുടെ വീടാവട്ടെ, ഒരു സ്ഥലമാവട്ടെ, കമ്പനി, അതുപോലെ തന്നെ കമ്പനീസ്, ഓരോ കമ്പനികൾക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. ആ മൂല്യത്തിനെ നമ്മൾ, അതായത് ഒരുപാട് ഷെയറുകളായിട്ട് തിരിക്കും. ക്ലിയർ ആയില്ലേ? അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് ആ ഒരു കമ്പനിയുടെ മൂല്യം. ആ മൂല്യം എങ്ങനെ നിശ്ചയിക്കുക? അതിൻ്റെ ഇയർലി പെർഫോമൻസ്, അതിൻ്റെ റിവാർഡ് കാര്യങ്ങൾ, പിന്നെ അതിന് വരുന്ന നഷ്ടങ്ങളും ഇൻക്ലൂഡ് ആവും.
അതിൽ നിന്ന് മൊത്തത്തിൽ വരുന്ന വരുമാനം എത്രയാണ്, പിന്നെ അതിൻ്റെ ഡിപ്രിസിയേഷൻ കാര്യങ്ങൾ കണക്ക് കൂട്ടും. പിന്നെ അതുകൂടാതെ അത് ഇരിക്കുന്ന സ്ഥലം, അവിടെയുള്ള എന്താണ് റോ മെറ്റീരിയൽസ്, എന്തുമാവട്ടെ എല്ലാത്തിൻ്റെയും മൂല്യം. ഇപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ അതിന് നമ്മൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഇത് ഫസ്റ്റ് IPO ചെയ്യുന്ന സമയത്താണ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് ആവുക നമുക്ക് വാങ്ങാൻ പറ്റുകയെന്ന് ഞാൻ പറഞ്ഞു. അതിനു മുൻപ് ഇതിന് കുറേ ഇപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു 4 പാർട്ട്ണർ ഉണ്ട്. ഇപ്പം ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഒരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് അതിൻ്റെ ഒരു മൂല്യം നമുക്ക് നിശ്ചയിക്കുന്നത്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു മൂല്യം നിശ്ചയിച്ചു. അതിന് 10 ലക്ഷം രൂപയാണ് മൂല്യം. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇതിലെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് തരുമോ, എനിക്കിതിൽ എന്താണ് ഒരു ഭാഗമാവാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആൾക്ക് എന്തെടുത്ത് കൊടുക്കും? എൻ്റെ കമ്പനീനെ 2 മുറിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നിനക്ക്, റൈറ്റ് സൈഡ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിലുള്ള മൊത്തം കാര്യങ്ങൾക്കും ഒരു മൂല്യം നിശ്ചയിച്ചിട്ട് അതിനെ കുറേ ഭാഗങ്ങളാക്കും നമ്മൾ, അതിനെ കുറേ ഷെയറുകളാക്കും. ഇപ്പോൾ 10 ലക്ഷം രൂപൻ്റെ 10 ലക്ഷം രൂപയാണ് എൻ്റെ കമ്പനിയുടെ മൂല്യമെങ്കിൽ അതിനെ ഞാനൊരു 1000 ഷെയർ ആക്കുകയാണെന്ന് വിചാരിക്കുക. 1000 ഷെയർ ആക്കുകയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ വില 1000 രൂപയായിരിക്കും അല്ലേ? ഒരു ഷെയറിൻ്റെ വില 1000 രൂപയായിരിക്കും. അപ്പം ഞാൻ ഒരു 500 ഷെയർ എടുത്തിട്ട് ഞാൻ പുതിയതായിട്ട് വന്ന ആ പാർട്ട്ണർക്ക് ഞാൻ കൊടുക്കും. അതായത് 5 ലക്ഷം രൂപൻ്റെ ഷെയർ. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ ഷെയർ. അതായത് കമ്പനികളിലെ കുറേ ഷെയറുകളാക്കി തിരിക്കുമ്പോൾ അതിൽ ഓരോ ഷെയറിനും ഓരോ മൂല്യം ഉണ്ടാവും. അപ്പോൾ ആ കമ്പനിയുടെ മൂല്യം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിലോ ടോട്ടൽ എത്ര ഷെയർ ഉണ്ടോ ഇൻറ്റു ആ ഷെയറിൻ്റെ മൂല്യം, അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ മൂല്യം വരും. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ഷെയർ. അപ്പോൾ ഇതിലെ നമ്മൾ ഇതിൻ്റെ ഷെയർ ആണ് നമ്മൾ വാങ്ങുന്നത്. ഇതിൻ്റെ ഷെയർ വാങ്ങുന്നതിലൂടെ നമ്മൾ ആ കമ്പനിയുടെ ഒരു ചെറിയൊരു ഭാഗത്തിൻ്റെ ഉടമസ്ഥാവകാശം നമുക്ക് വരികയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിന് ഫസ്റ്റ് ഇത് നമുക്ക് വാങ്ങണമെങ്കിൽ ഈ കമ്പനി, ഇപ്പോൾ ഒരു കമ്പനി വന്നിട്ട് അവർക്ക് പിന്നെയും അതിൻ്റെ കാര്യങ്ങൾ ഫുള്ള് റേസ് ചെയ്യണം. പക്ഷെ അവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് ആ കമ്പനി കുറേ കൂടി വിപുലീകരിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ പൈസ ഇല്ല. പിന്നെ മറ്റ് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും, പക്ഷെ അതൊക്കെ വലിയ തലവേദനയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇതിനെ അങ്ങ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ IPO എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് IPOനെ പറ്റിയിട്ട് ചെറിയൊരു രീതിക്ക് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇതൊന്നും ഈ ഒരു കാര്യങ്ങൾ ഞാനിതിൽ കുറേ കാര്യങ്ങൾ അതായത് നമുക്ക് അറിഞ്ഞിരുന്നാൽ നല്ലത്, പക്ഷേ അറിഞ്ഞത് കൊണ്ട് നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലോ ട്രേഡ് ചെയ്യുന്നതിലോ കാര്യമായിട്ടുള്ള പഠിക്കുമ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇത് ഒരുപാട് ഉണ്ടല്ലോ എന്ന് തോന്നും. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സോർട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അതിനുശേഷം ആ ഒരു ജേണി ഉണ്ടല്ലോ, പഠിക്കുമ്പോൾ ആ ഒരു ജേണിയിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ IPO ചെയ്ത ഒരു കമ്പനി പിന്നീട് അത് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആവും, അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ കുറേ ഷെയർസും കാര്യങ്ങളൊക്കെ ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം, അതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 2 എക്സ്ചേഞ്ചുകളാണ് നമുക്കുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSEയും BSEയും. ഇതിൽ രണ്ടിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അതിനെല്ലാം ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. നിഫ്റ്റി, സെൻസെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പിന്നീട് വരുന്ന പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് ഒരു 2 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റ്, പിന്നെ ഒന്ന് പബ്ലിക് ലിസ്റ്റഡ് കമ്പനി. ഇതിൻ്റെ ഭാഗമായിട്ട് വരും. പാർട്ടിസിപ്പൻസ് അല്ല, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും പബ്ലിക് ലിസ്റ്റഡ് കമ്പനി. പിന്നെ വരുന്നത് ബ്രോക്കറാണ്. നമുക്ക് ഒരിക്കലും, അതായത് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുറേ ഇൻവെസ്റ്റേഴ്സ് വരും. അതിലൊരു ഇൻവെസ്റ്ററാണ് നമ്മളെ പറയുന്നതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. നമ്മളെപ്പോലെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ പറയുന്നതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഇതിൽ പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ടിങ് കമ്പനീസ് ഉണ്ടാവും,
അങ്ങനെ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അതിൽ ഒരാളാണ് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒരു ഇൻവെസ്റ്റേഴ്സ് ആക്കി എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ച് റൗണ്ട് ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ്, അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കയറിയിട്ട് ഇവിടെയുള്ള കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങാൻ പറ്റില്ല. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്രോക്കേഴ്സ്. ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുൻപൊക്കെ ആണെങ്കിൽ കുറേ വളഞ്ഞ് ചുറ്റി പിടിക്കണമായിരുന്നു ഈ ഒരു ഷെയറൊക്കെ ഒന്ന് വാങ്ങണമെങ്കിൽ. ഇപ്പോൾ ഭയങ്കര എളുപ്പമാണ്. ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്സ്റ്റോക്സ്, സെറോദ, ഫയേഴ്സ്, ഏഞ്ചൽ വൺ, ഗ്രോ ആപ്പ്, ഇങ്ങനെയുള്ള കുറേ നല്ല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്, എനിക്ക് അപ്സ്റ്റോക്സ് ഉണ്ട്, ഫയേഴ്സ് ഉണ്ട്, സെറോദയുണ്ട്. അപ്പോൾ 3 അക്കൗണ്ട് എനിക്കുണ്ട്. ഞാൻ പ്രൈമറി അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്സ്റ്റോക്സ് തന്നെയാണ്. അപ്പോൾ അപ്സ്റ്റോക്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് തുടങ്ങാനാണെങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊക്കെ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല. ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെയാണ്, അതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. കാരണം അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അനാവശ്യ കാര്യങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കർ വഴിയാണ് നമ്മൾ വാങ്ങുക. ബ്രോക്കറിൽ നമുക്ക് ഇപ്പം സിമ്പിളാണ് കാര്യങ്ങൾ, വളരെ സിമ്പിളാണ്. മുൻപൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം, ഡിമാറ്റ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം, ബാങ്ക് അതിൽ വരും. ഇപ്പോൾ കംപ്ലീറ്റ് ഒരൊറ്റ ബ്രോക്കറിൽ ഞാൻ പറഞ്ഞ ഈ ആപ്ലിക്കേഷനിൽ വരും. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്, അതിന് മുൻപ് ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് പറയാം. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഷെയർ നമ്മൾ വാങ്ങി, അത് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ അയാൾക്ക് ആ ഷെയർ വാങ്ങിയിട്ട് അത് സൂക്ഷിക്കാൻ പറ്റില്ല. അത് സൂക്ഷിക്കണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം. ആ ഷെയർ നമ്മൾ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വേണം. ഇതില്ലാതെ നമുക്കൊരു ഷെയറും ഒരു ഷെയർ വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല. അത് സൂക്ഷിക്കണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണം, വാങ്ങാനും വിൽക്കാനും ട്രേഡിംഗ് അക്കൗണ്ട് വേണം. ഇതൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ഒറ്റ ബ്രോക്കറിൽ തന്നെ എല്ലാ പരിപാടിയും അവസാനിച്ചു. നമ്മളതിൽ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ബാക്കിയൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ വേണ്ടത് ബാങ്ക് അക്കൗണ്ടാണ്. അതും സെപ്പറേറ്റ് ആയിട്ട് ഞാനിപ്പോൾ എടുത്ത് കാണിക്കാത്തത് എല്ലാം ബ്രോക്കറിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് അപ്പോൾ അതിൽ ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഏതാണോ മറ്റേ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ്, അതുവഴിയാണ് നമുക്ക് ചെയ്യാം. ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേയോ, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യാം. സിമ്പിളായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുന്നത് സിമ്പിളാണ്. വിഡ്രോവിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. പിന്നെ ഇതിൽ എന്തെങ്കിലും ഉടായിപ്പ് പരിപാടികൾ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഈ സെബി എന്ന് പറയുന്നത്. സെബി ഒരു റെഗുലേറ്ററി ബോഡിയാണ്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതാണ് സെബി. കംപ്ലീറ്റ് കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട്, അതായത് കോടാനുകോടികളുടെ ട്രേഡുകളും ഇൻവെസ്റ്റിംഗ് ഒക്കെ ഒരു ദിവസം നടക്കുന്നുണ്ട്. ഒരു ദിവസം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 2-2.5 ലക്ഷം കോടി രൂപയുടെ ട്രേഡുകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം മാനിപ്പുലേഷൻ, ഉടായിപ്പ് പരിപാടി ഇവിടെ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇതിനെ മൊത്തം ഒരു ബാലൻസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ, ഉടായിപ്പൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സെബി എന്നുള്ള ഈ ഒരു റെഗുലേറ്ററി ബോഡി ഉള്ളത്. ഓക്കെ, അതായത് നമ്മുടെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും, നമ്മുടെ മാത്രമല്ല എല്ലാവരുടെയും സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ NSEയുടെയോ BSEയുടെയോ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. ഒരു കമ്പനി, ഇപ്പോൾ ബേസിക് ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ, ഒരു ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ, ട്രേഡിംഗ് എന്താണ് ഇൻവെസ്റ്റിംഗ് എന്താണെന്നുള്ളതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കാം. അതിൽ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കമ്പനി സെലക്ട് ചെയ്യണം. കമ്പനി സെലക്ട് ചെയ്യുന്നത് നോർമലായിട്ട് 2 കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ്. അതായത് 2 കാര്യങ്ങൾ, ആ ഒരു കമ്പനീനെ പറ്റി 2 കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ എടുക്കുക. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ്,
പിന്നെ ഒന്ന് ടെക്നിക്കൽ അനാലിസിസ്. അത് രണ്ടും കുറച്ച് പഠിക്കാനുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ അതിപ്പോൾ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സ്ക്രീനിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തതും. കൂടുതൽ കൺഫ്യൂഷൻ അടിക്കേണ്ട, നമുക്ക് സിമ്പിളായിട്ട് കുറച്ചായിട്ട് കവർ ചെയ്ത് പോവാം. ഓക്കെ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉയർച്ച താഴ്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. ചാർട്ടിലുള്ള കാര്യങ്ങൾ, അതായത് ചാർട്ട് മീൻസ് നിങ്ങളെല്ലാവിടെയും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അതായത് ഇതെല്ലാം എൻ്റെ അനാലിസിസ് ആണ് കേട്ടോ. അതായത് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഈ വരകളും കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്, ഈ വരകളും കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഈ റെഡ് ഗ്രീൻ എന്നുള്ളത് ഇതൊക്കെ ഒരുപാട് നമുക്ക് സോഷ്യൽ മീഡിയാസിലും എല്ലാം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അത് ലീവ് ചെയ്യാം, അതവിടെ ഇരിക്കട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ എന്താണോ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ, പബ്ലിക്കലി ലിസ്റ്റ് ചെയ്ത കമ്പനീസിൻ്റെ ഷെയർസ് നമുക്ക് വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു സ്ഥലം, അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. എങ്ങനെയാണ് നമ്മൾ വാങ്ങുക? ബ്രോക്കർ മുഖാന്തരം. സിമ്പിളായിട്ട് നമുക്ക് ബ്രോക്കർ മുഖാന്തരമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസ് വാങ്ങാൻ പറ്റുക. ഇതിൻ്റെ എല്ലാം മേൽനോട്ടം ആർക്കാണ്? സെബി എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി ബോഡി. ഓക്കെ. ഇൻവെസ്റ്റേഴ്സ് പലതരമുണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ നമുക്ക് ബേസിക് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ടൈമിങ് കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവും. ഉച്ചയ്ക്ക് ശേഷം 3:30 ആകുമ്പോൾ മാർക്കറ്റ് ക്ലോസ് ആവും. നമുക്ക് ട്രേഡ് ചെയ്യാനോ ഷെയർ വാങ്ങാനോ വിൽക്കാനോ നമുക്ക് ഈ ഒരു സമയപരിധിയാണ് ഉള്ളത്. അതായത് 9:15 to 3:30 ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധ്യമായിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങും, അതായത് ചെറിയ വിലയ്ക്ക് വാങ്ങി വലിയ വിലയ്ക്ക് വിൽക്കുന്ന പരിപാടി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ക്ലിയർ ആയില്ലേ? അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കുറച്ചായിട്ട് പഠിച്ചിട്ട് പോകാം. ഒന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ലല്ലോ. കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പരിശ്രമിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനീസ് നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും, എങ്ങനെ വിൽക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതിലൂടെ എങ്ങനെ നമുക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മുന്നോട്ട് പഠിക്കാം. അതിനു മുൻപ് നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. പഠിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടം സ്വാഭാവികം. പിന്നെ പഠിക്കുമ്പോഴും നഷ്ടം വരും, പഠിക്കുമ്പോഴും ചെറിയ നഷ്ടങ്ങളൊക്കെ വരും. ക്ലിയർ ആയില്ലേ? അത് സ്വാഭാവികമാണ് പഠിക്കുമ്പോൾ നഷ്ടം വരുന്നത്. കാരണം നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി ഒരാൾക്കും പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് വരുന്ന ചെറിയ നഷ്ടങ്ങൾ ഒരു ഫീസായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. See you on next video.